എടാ നമ്പർ ശരിയല്ലേ? നീ പറഞ്ഞ അഡ്രസ് ശരിയാണെങ്കിൽ ഡയറക്ടറിയിലെ നമ്പറാ 425252. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് വിളിച്ചേ. 425252. ഹലോ. തന്തപ്പടി കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. തന്തപ്പടിച്ച് കഴിഞ്ഞ് വിളിക്കാം. ആരാ ഇത് വെറുതെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നത്? നാശമായല്ലോ. ഞാൻ എടുത്തോളാം. ഹലോ, ഹൂ ഈസ് സ്പീക്കിംഗ്? അവളെ സംസാരിക്കടാ. ഞാൻ ആനന്ദ്. ഏതാനന്ദ്? ഞാൻ ആനന്ദ്. കാര്യം പറ. ബസ് ടിക്കറ്റ് പൈസ ഇഷ്ടമാണല്ലേ? ശോഭ, ശോഭയോട് കാര്യം പറയാമെന്ന് എത്ര നാളെ ഞാൻ ആഗ്രഹിക്കുന്നു. ഐ ലവ് യു ശോഭ. ഐ ലവ് യു സോ മച്ച്. എനിക്ക് മനസ്സിലായില്ലല്ലോ. എപ്പോഴാണ് വിളിക്കാറ്? ശ്വാസം മുട്ടി ചത്തു. എനിക്ക് അല്പം സംസാരിക്കാനുണ്ട്. നാളെ കാലത്ത് ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കാം. വരുമോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാനെങ്ങനെ തിരിച്ചറിയാ? ആരോടാണ് ഇതിന്റെ ഈ കുഴച്ചില്? ഞാനൊരു കറുത്ത പാൻസും നീല ഷർട്ടും ധരിച്ചേക്കാം. അത് മറ്റെല്ലാവരും ധരിച്ചാലോ? ആള് മാറിപ്പോകാനിടയുണ്ട്. ഒരു കാര്യം ചെയ്യ്. ചുവന്ന പാൻസ് ഉണ്ടോ? ചുവന്ന പാൻസ് ഉണ്ടോ? ഉണ്ട്. ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഞാനൊരു ചുവന്ന പാൻസും മഞ്ഞ ഷർട്ടും വെള്ള ഷർട്ടും പച്ച തൊപ്പിയും ഒരു സൺഗ്ലാസും വെച്ചേക്കാം. അപ്പൊ തെറ്റില്ല. ഓക്കെ? ഈ വെള്ള ബെൽറ്റ് ഉണ്ടോ? വെള്ള പട്ടിക്കുള്ളതുണ്ട്. മനുഷ്യനുള്ളതില്ലേ? ഇല്ല. എന്നാ പട്ടിക്കുള്ളത് മതി. പട്ടിക്കുള്ളത് കെട്ടിയുള്ളൂ. ഇത് കേട്ടോ ചുമ്മാ ഇത് മറ്റന്നാ വെള്ള ബെൽറ്റ് അന്വേഷിച്ച് ഇനി പോകാൻ സ്ഥലമില്ല. പട്ടിക്കുള്ളതിൽ എന്താ കെട്ടിയാ പോരെ? ഇവിടെ ആരുടെയെങ്കിലും ഒരു ചുവന്ന പാൻസ് ഉണ്ടോ? എന്തിനാ? ആനന്ദിന് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിലെ ജോക്കറായ വേഷം കെട്ടാനാ. എന്റെ സിസ്റ്ററിന്റെ ഒന്നുണ്ട്. സിസ്റ്ററിന്റെ ഇല്ല. എന്നാ മതി. ഞാൻ വൈകിട്ട് മാറ്റാം. അല്ലേ? അതെ, ഞാൻ കണ്ണാടിയിൽ നോക്കട്ടെ. വേണ്ട. ഒരു കുഴപ്പമില്ല. കാലക്കിരിക്കുന്നു. നിന്റെ ഗേൾ ഫ്രണ്ടിന് നല്ല കളർ സെൻസ് ഉണ്ട്. സ്മാർട്ട്. ധൈര്യമായിട്ട് പോ. ദൈവത്തെ മനസ്സിൽ വിചാരിച്ചല്ലേ? വാ. നീ പോണില്ലേ? വെറുതെ നിനക്കൊരു കൂട്ടായിരിക്കാം ഞാൻ. എനിക്ക് കൂട്ടൊന്നും വേണ്ട. വേഗം സ്ഥലം വിട്ടോ. എടാ, നീ മനസ്സിൽ കാണുമ്പോ ഞാൻ മരത്തിൽ കാണും. ശോഭയെ നീ കാണണ്ട. മക്കൾ വയ്ക്കോ? ഞാന് വേണ്ട. പൊയ്ക്കോ. വണ്ടി കൊണ്ട് വയ്ക്കും. എന്നാ കണ്ണാടി കൂടെ വെച്ചോ. സ്മാർട്ട് ആയിരിക്കും. ഓൾ ദ ബെസ്റ്റ്. കണ്ണ് കണ്ടുകൂടുക. ഞാനിത്തിരി താമസിക്കും. താൻ പോയിട്ട് തിരിച്ചു വിടാന്നാ. ഇവിടെ സർക്കസ് നടക്കുന്നു. എനിക്കറിയില്ല. ഇന്നെവിടെയാ സർക്കസ്? എനിക്കറിയില്ല. ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കാണെന്ന് തോന്നുന്നല്ലോ. അതെ.
ആരെയാണാവോ? എക്സ്പെക്ടിങ് യുവർ സ്വീറ്റ് ഹാർട്ട്. യു സെഡ് ഇറ്റ്. എങ്ങനെ മനസ്സിലായി? ഈ ഡ്രസ് കണ്ടപ്പോ മനസ്സിലായി. അത്രയ്ക്ക് റൊമാൻറ്റിക് കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ വരുമെന്ന് തോന്നുന്നില്ല. കരുതാക്കൊണ്ടൊന്നും പറയാതെ ഉപദ്രവിക്കാൻ പോണം മിസ്റ്റർ. നമ്മൾ തമ്മിൽ പഴയ പരിചയക്കാനാണെന്ന് തോന്നുന്നില്ല, പക്ഷെ കണ്ടുമുട്ടാൻ സാധിച്ചത് ഇപ്പോഴാ. എങ്ങനെ അറിയും? ഞാൻ ശോഭയുടെ അച്ഛനാ. അത് ശരി. നൈസ് ടു റാസ്കൽ, നിനക്ക് പ്രേമിക്കാൻ എന്റെ മോളെ മാത്രമേ അടിച്ചുള്ളൂ. അടിച്ചതിന്റെ കോമാളി കാരണക്കുട്ടി ഞാൻ ജനിച്ചല്ലോ. കുരി കുടിക്കാൻ കേട്ടവനെ. ആനന്ദേ, എന്താടാ? അയ്യോ, ഇന്നത്തോടുകൂടി ഈ മദ്യപാനം നിർത്തും. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ശരീരത്തിന് ഭയങ്കര ദോഷമാണെന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ചു. പക്ഷെ എന്റെ ചേട്ടനുണ്ടല്ലോ, അയാളൊരു ബൂർഷയാ. ബൂർഷ എന്ന് വെച്ചാ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. ഇഷ്ടമല്ലാത്തവരെ പലരും വിളിക്കുന്ന കേട്ടിട്ടുണ്ട്. തല്ലിപ്പൊളി, ദുഷ്ടൻ, കഴിവറുടെ മോൻ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ബൂർഷയാ. നീ അല്പം ഓവറാണ്. അത് പള്ളി പറഞ്ഞ വേലയാ. ഇന്ന് ഇവിടെ കിടക്കാം, ഏട്ടൻ വരില്ല. അത് അയാൾ വന്ന തന്നെ എന്ത് ചെയ്യും? നീ ഒരു 4 പെൺകൂടെ വെച്ചോ, അടിച്ചു കാണിക്കാം. അല്ലെങ്കിൽ ഒരു വര വരയ്ക്ക്. ഞാൻ അതിൽ കൂടെ നൂല് പിടിച്ച പോലെ നടന്നു. ഏട്ടൻ വന്നു തോന്നുന്നു. ഇന്ന് വരില്ലെന്നല്ല പറഞ്ഞത്. നീ പൊയ്ക്കോ. പിന്നെ ഏട്ടന്റെ മുമ്പിൽ മര്യാദയ്ക്ക് നടക്കണം. നമ്മൾ കുടിച്ചെന്ന് ഒരു സംശയം അവർക്ക് തോന്നരുത്. ഞാൻ ഏറ്റു. അയാൾ മണത്ത് നോക്കിയാൽ പോലും പിടിക്കില്ല. പോ പോ. ചേട്ടൻ വരില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചു വരേണ്ടി വന്നു. എനിക്ക് ഡൽഹിയിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നില്ലേ? എനിക്കറിയില്ല. എങ്ങനെ അറിയാനാ? ഇവിടെ ഉണ്ടെങ്കിലല്ലേ അറിയൂ. ഇനി രാത്രി സഞ്ചാരത്തിനുള്ള പുറപ്പാടാവും. ഇല്ല, നിതിന്റെ വീട്ടിൽ പോയാണ്. ഓ, നിനക്ക് ജോലി വല്ല ശരിയായോ? കറങ്ങി നടക്കാതെ വീട്ടിൽ കയറി വല്ലതും പഠിച്ച് ടെസ്റ്റൊക്കെ എഴുതാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഓ, ഗുഡ് നൈറ്റ്. ഞാൻ പോയിട്ട് വരാം. ചേട്ടനോട് ക്ഷമിക്കണം. ഞാൻ ചേട്ടനെ ബൂർഷ എന്ന് വിളിച്ച് ഞാൻ ചേട്ടനെ ബൂർഷ എന്ന് വിളിച്ച് എന്റെ ഇതുപോലുള്ള തെണ്ടികളെ വീട്ടിൽ കയറ്റുന്ന നിന്നെ വേണം തല്ലേ. അവൻ തെണ്ടിയല്ല. ഹീസ് മൈ ഫ്രണ്ട്. യു കോണ്ട് ഇൻസൾട്ട് ഹിം ലൈക്ക് ദാറ്റ്. എന്റെ വീട്ടിൽ വന്ന് കയറി കുടിച്ച് കൂത്താടിയിട്ട് അത് തെറ്റെന്ന് പറഞ്ഞു പോയതാണ് ഇൻസൾട്ട് എങ്കിൽ ഇനി ഞാൻ പറയുക മാത്രമല്ല, ഐ വിൽ കിക്ക് ഹിം ഔട്ട് ഓഫ് മൈ ഹൗസ്. മേലിൽ ഇവരെ വീട്ടിൽ കണ്ടുപോയത്. ചേട്ടന്റെ സ്നേഹവും ബന്ധവും അച്ഛനോടുകൂടെ മാത്രമാണുള്ളത്. അത് മാത്രമാണ് ചേട്ടന് വലുത്. പക്ഷെ എനിക്ക് ആവുള്ള ഇവൻ മാത്രമാണ്. ഹി മീൻസ് എ ലോട്ട് ടു മീ. അവൻ ഈ വീട്ടിൽ കയറാൻ അനുവാദമില്ലെങ്കിൽ പിന്നെ എനിക്ക് ഈ വീടിന്റെ ആവശ്യമില്ല. ആനന്ദ്, സുഖമാണല്ലേ? അല്ല, മിസ്സിസ് മേനോനെ കണ്ടിട്ട് കാലം എത്രയാ? ഇത് എവിടെയാണപ്പാ? വീട്ടിൽ ജോലി ഒഴിഞ്ഞിട്ട് വേണ്ടേ പുറത്തിറങ്ങാൻ? സരസ്വതിയോടെ ദേ അവിടെ ഇരിപ്പുണ്ട്, അങ്ങോട്ടേ ഉള്ളൂ. മോനെ, അങ്കിളിനെ മനസ്സിലായോ? പണ്ട് ജമ്മുവിൽ നമ്മളോടൊപ്പം ഇതെന്റെ മോനാ. ഹലോ. വെരി ഗ്ലാഡ് ടു മീറ്റ് യു. അന്ന് ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഇടയ്ക്ക് അങ്ങോട്ട് താമസം മാറ്റിയത്. ഈ അടുത്ത കാലത്ത് എവിടെയോ വെച്ച് കണ്ടൊരു ഓർമ്മ തോന്നുന്നു. ചേച്ചി എന്തെങ്കിലും വന്നല്ലോ. ഞാൻ എത്ര നാളായി ഞാൻ വിളിക്കുന്നു. ഇപ്പൊ പറഞ്ഞ നാട്ടുകൂടെ എടുത്തേ ഉള്ളൂ. I think it was during 65 war. Major Dhawan and Mrs. Dhawan split us because of the Captain Dolly female. So what I did was, say, do you know what I did? മതി അമ്മാവ, എന്തോന്ന് പറഞ്ഞത്? Please sit down. Please sit down. Do you know what I say? Come on. Meet Mr. Nitin. He's Captain George. Hello. Hello. Captain Roy. Hello. This is Captain Sam. Hello. Come on, come on. വരൂ. Sit down, my boy.
I pour you a drink? എന്റെ മോൻ ജ്യൂസ് മാത്രമേ കഴിക്കൂ. ആണോ? വേണ്ട. Listen, my boy. After 65 wars, you know what I say? I married another dirty female. Sit down. Listen, boy. After 6.5 months later, you know what happened to my foot? പിന്നെ ആ ഭാഗത്തിരിക്കുന്നവർക്കൊക്കെ സാധനങ്ങൾ വല്ലതും കിട്ടിയോന്നൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ വച്ചുണ്ടാക്കിയിട്ട് വേറെ എന്ത് ചെയ്യാൻ സാധിക്കാനാ? വീട്ടിലേക്ക് വരണം കേട്ടോ. വരാം. ഷോ മോനെ നിങ്ങൾ കഴിച്ചോന്ന് അറിഞ്ഞില്ല. മോനെ അമ്മ വിളിക്കണം. അങ്ങോട്ട് ചെല്ലു, അങ്ങോട്ട് ചെല്ലു, അങ്ങോട്ട് ചെല്ലു. ആയി നോക്കി നടക്കും. മോൻ വല്ലതും കഴിച്ചോ? എന്തോ കടന്ന് വിളിക്കുന്നത്? അവിടെ ഇരിക്കല്ലേ ഞാൻ. അവിടെ കൊടുക്കും. പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നു. ബിക്ക്. ആഹാ. അമ്മ എന്നെ വിളിച്ചോ? ഇല്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ വിളിച്ചെന്ന്? ഓ, എനിക്ക് തോന്നിയതാവും. ആ മോനെ, ഇതാരാണെന്നറിയാമോ? അങ്കിളുടെ മോളാ. ഇത് എന്റെ മോൻ നിതിൻ. പണ്ട് ജമ്മുവില് കൊച്ചായിരുന്നപ്പോ നിങ്ങൾ തമ്മിൽ എപ്പോഴും തമ്മിൽ തന്നെയായിരുന്നു. ഓ, ഇപ്പൊ അതൊന്നും ഓർമ്മയുണ്ടാവില്ല. എന്റെ പേരെന്ന് പറഞ്ഞേ? ശോഭ. ശോഭ. മോനെ പോണ്ടേ? ഏയ് തിരുവനന്തപുരം കുറച്ച് കഴിഞ്ഞു. ഞാൻ നിന്നെ ഒരു തെറ്റും പറയത്തില്ലാണെന്നേ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും വീണുപോയനെ. സച്ച് എ ക്യൂട്ട് പ്രറ്റി ലവ്ലി ഗേൾ. നീ എന്തായി പറയണത്? മച്ചമ്പി, ഞാൻ നിന്റെ ശോഭയെ കണ്ടു, അവളുടെ വീട്ടിൽ പോയി പരിചയപ്പെട്ടു. ഇനി എന്തറിയണം? എന്റെ ശോഭയോ? ആ ഉയ്യോ, ആ തന്തയുടെ മുമ്പിന്ന് ആളറിയാതെ ഞാൻ രക്ഷപ്പെട്ട പാട്. നീ വാ, അവള് വരാത്തമായി. നമുക്ക് ഒരുമിച്ച് വളയ്ക്കാം. ഒരുമിച്ചോ? നമ്മൾ ഒരുമിച്ച് ചൂണ്ടയിടുന്നു. ഏതിലവൾ കുത്തുന്നു അവൻ ഭാഗ്യവാൻ. ഇന്ന് വേണ്ട, നാളെ നമുക്ക് ഒരുമിച്ച് പോവാം. അതെന്താ? പിന്നെ നിന്റെ ഷർട്ടൊക്കെ മഹാബോറ. അത് ഞാൻ സഹിച്ചോളാം. എടാ പൊന്നും കൂടത്തിന് എന്തിനാടാ പൊട്ട്? നീ വാ, വാടാ, വാ. അലിയ അലിയ, ഇവിടെ ബസ് വിട്ടോടാ. നല്ല പുസ്തകം. അമ്മേ, നാളെയല്ലേ അമ്മ അച്ഛന്റെ പിറന്നാള്? നാളെ തിങ്കളാഴ്ച അല്ലേ? അമ്മേ, ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ കേണൽ അങ്കിളിനെ കണ്ടു. ഏത്? നമ്മുടെ കേണൽ അങ്കിളിനെ. കൂടെ ആന്റി ഉണ്ടായിരുന്നു. ഓ, അമ്മ എന്താ അമ്മേ അവരിങ്ങോട്ട് ക്ഷണിക്കാത്തത്? അമ്മേ, അവരിങ്ങോട്ട് ക്ഷണിക്കാത്തത്? അടുത്ത പ്രാവശ്യം അച്ഛൻ ലീവിന് വരുമ്പോ അവരെ വിളിക്കാം. ഓ, അത് താമസിക്കും. നമ്മളെ അവര് വിളിച്ചതല്ലേ, അവരെ നമ്മൾ വിളിച്ച് ഒരു ട്രീറ്റ് കൊടുക്കുന്ന മഹാമോശ. ഒരു മോശമല്ല. ആ പുസ്തകം ഇതാ, കളിക്കരുത്. നിനക്കെന്താ അത്ര നിർബന്ധം അവരെ വിളിക്കണം? നിർബന്ധമൊന്നുമല്ല, അതാ എന്റെ ശരി. നാളെ അച്ഛന്റെ ബർത്ത്ഡേ കൂടെ അല്ലേ? നമുക്ക് സൗകര്യം പോലെ വിളിക്കാം. വേണ്ട, നിന്നെ കൊണ്ട് ശല്യം തന്നെ. നാളെ വിളിക്കാം. ഈ പുസ്തകം വിളിക്കോ? ചേട്ടനില്ലാത്തത് കൊണ്ട് ഞാൻ ആരെയും വിളിച്ചില്ല. നീ
നിങ്ങൾ മാത്രം മതിയെന്ന് വിചാരിച്ചു അതിഥികളായിട്ട്. ഞങ്ങൾ അതിഥികളല്ലല്ലോ. വി ആർ ഓൾ മെമ്പേഴ്സ് ഓഫ് എ ബിഗ് ഫാമിലി. അല്ലേ നീതു? മതിയോ? അവൾ അങ്ങനാ. എന്നാ എഴുന്നേറ്റുള്ളൂ. ഫോർമാലിറ്റീസ് ഒന്നും ഇല്ല കേട്ടോ. എനിക്ക് മതി. തടി അല്പം കൂടുന്നുണ്ട്. ഞാനിപ്പോ ഡേറ്റിംഗിലാ. ആണുങ്ങളായ അല്പം തടിയൊക്കെ വേണം. ഇത് അത്ര വലിയ തടിയൊന്നുമല്ല. ശോഭയ്ക്ക് റോസാപ്പൂക്കൾ ഇഷ്ടമാണോ? അതെ. ഇതെല്ലാം ഞാൻ തന്നെ സ്വന്തമായിട്ട് നട്ടു വളർത്തിയ. അതെ. ഞാനിവിടെ കുറെ റോസാ ചെടിയിൽ നട്ട് വളർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെറുക്കനുള്ളതിനെ കൊണ്ട് അതിന് അല്പം വെള്ളം ഒഴിക്കാൻ പോലും പ്രയോജനമില്ല. എന്താ നോക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് ഭയങ്കര വിശപ്പ്. പിന്നെന്താണ് എഴുന്നേറ്റ് പോകുന്നത്? ഒരു സന്ദർഭം കൂടി കിട്ടിയതുണ്ട്. എന്താണ്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോട്ടെ. വളച്ചു കെട്ടാനൊന്നും ഉദ്ദേശമില്ല. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ശോഭ ഇഷ്ടമായി. അപ്പോൾ മുതൽ പറയണമെന്ന് കരുതിയത്. പക്ഷേ ഇപ്പോഴാണ് ഒരു ചാൻസ് കിട്ടിയത്. ഐ ലവ് യു. എയിം. എന്താ ചിരിക്കുന്നത്? കൂട്ടുകാരനെ ഫ്രഞ്ച് പഠിപ്പിച്ചതും നിതിനാണല്ലേ? എന്നിട്ടല്ലേ പിഗെന്ന് വിളിപ്പിച്ചില്ലേ? ഐ ആം സോറി ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് ഉത്തരം കിട്ടിയില്ല. എന്നോട് വെറുപ്പൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഐ എം സോറി. ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെട്ടുപോയി. ആരാത്? ആനന്ദ്. ഐ ലൈക്ക് ഹിം. കളിയാ, ഇന്ന് നിന്റെ ചെലവ് മുഴുവൻ എന്റെ വക. ദിസ് ഡെഫിനറ്റ്ലി കോൾസ് എ സെലിബ്രേഷൻ. ടുഡേ ഈസ് മൈ ഡേ. നിന്റെ ചാട്ടം കണ്ടാ തോന്നും നീ അവളെ കെട്ടിക്കഴിഞ്ഞെന്ന്. ഏതായാലും നിന്റെ വീരവാദമൊക്കെ തീർന്നില്ലേ? എന്റെ ചൂടയിൽ തന്നെ കൊത്തി. നീ എത്ര വലിയ ഭാര്യമൊന്നും അടിക്കണ്ട കേട്ടോ. എന്റെ കൈക്ക് വേണ്ട പെണ്ണുങ്ങളൊന്നും ഇല്ല. ഇത് പെണ്ണ് വേറെ. ഇതൊക്കെ എന്താ കൊമ്പുണ്ടോ? അത് വേഗം മുഴിക്കാൻ പറ്റും. രാവിലെ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ. കിട്ടാത്ത മുന്തിരി പുളിക്കും. വാശി പിടിപ്പിക്കല്ലേ. ഒരല്പം വാശിയുണ്ടെന്ന് വെച്ചോളൂ. തീർച്ചയാണോ? ബട്ട് ഞാൻ അവളെ കെട്ടും. അവൾ എന്റേതായിരിക്കും. ബട്ട് ഐ ആം ഗോയിങ് ടു മാരി ഹെർ ആൻഡ് ഷീ ഈസ് മൈൻ. ഇനി വന്നിട്ട് നമുക്ക് ആഘോഷിക്കാം.